കൊച്ചിയിലേക്ക് തന്നെയാണ് മെട്രോ തൂണിൽ കുടുങ്ങിയ പൂച്ചയെ താഴെ ഇറക്കണം. അതിനുള്ള രക്ഷാപ്രവർത്തനമാണ് തുടങ്ങാൻ പോകുന്നത്. അർജുൻ വട്ടന്നൂർ അവിടെ നിന്നും ചേരുന്നു. അർജുൻ, സാങ്കേതികമായി ഇനിയിപ്പോ എത്ര സമയം നമ്മൾ കാത്തിരിക്കണം ഈ സാങ്കേതികമായ തടസ്സങ്ങൾ പരിഹരിക്കാൻ? ഇപ്പൊ എന്താണ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് അവിടെ? ഹലോ 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 ട്രെയിൻ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അതിന്റെ ഹൈഡ്രോളിക് ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് താഴെ വലിയ തോതിൽ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഇപ്പോൾ ക്ലിയർ ചെയ്യുകയാണ് ഫയർഫോഴ്സ് ചെയ്തത്. അതിന്റെ ലിക്വിഡൊക്കെ തന്നെ റോഡിൽ പരന്നിരുന്നു. അത് ഇപ്പോൾ പൂർണ്ണമായും ക്ലിയർ ചെയ്യുകയാണ്. ഇനി അടുത്ത ക്രെയിൻ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇടപ്പള്ളിയിൽ നിന്നാൽ ക്രെയിൻ പുറപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അധികൃതർ നൽകുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഈ ക്രെയിൻ ഇങ്ങോട്ടേക്ക് എത്തേണ്ടതാണ്. നിലവിൽ ഫയർഫോഴ്സ് ഈ റോഡിൽ ഇത്തരത്തിൽ പരന്ന ആ ലിക്വിഡൊക്കെ തന്നെ വൃത്തിയാക്കുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ക്രെയിൻ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാനും കഴിയും. നിലവിൽ ഈ കലൂർ സ്റ്റേഡിയത്തിന്റെ മുമ്പിലുള്ള കലൂർ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനോട് ചേർന്നുള്ള 556L എന്ന് പറയുന്ന മെട്രോ പില്ലറിന് മുകളിലാണ് ഈ പൂച്ചയുള്ളത്. ഇപ്പോൾ പൂച്ച ഏത് ഭാഗത്താണ്, ഇപ്പോൾ അതിന്റെ സാഹചര്യം എന്താണ്, അതിന് ഏത് നിലയിലാണ്, ഏത് അവസ്ഥയിലാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. എന്തായാലും ഒരു ക്രെയിൻ ഉടൻ തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അറിയിപ്പ് നൽകിയാൽ ഉടൻ തന്നെ കൊച്ചി മെട്രോയുടെ സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെക്കും. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്ര സമയമാണോ നിർത്തിവെക്കേണ്ടത് അത്രയും സമയം നിർത്തിവെക്കാൻ തയ്യാറാണ് എന്നതാണ് കൊച്ചി മെട്രോ അടക്കം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ കൊച്ചി മെട്രോ സർവീസ് നിർത്തിവെക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥർക്ക്, ഫയർഫോഴ്സ് ജീവനക്കാർക്കൊക്കെ തന്നെ മുകളിലേക്ക് കയറാൻ കഴിയും. ഈ പില്ലറിന്റെ മുകളിലേക്ക് കയറാൻ കഴിയും, അവിടെ എത്താൻ കഴിയും. അതിനുശേഷം ഈ പൂച്ചയെ സുരക്ഷിതമായി തന്നെ താഴേക്ക് കൊണ്ടുവരാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ക്രെയിനിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയുണ്ട്. മാത്രവുമല്ല, താഴേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ട പ്രാഥമികമായ ചികിത്സ അടക്കം നൽകാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അനിമൽ റെസ്ക്യൂവിന്റെ ആംബുലൻസ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ പൂച്ചയുടെ ആരോഗ്യനില അത് ഏത് തരത്തിലാണ് എന്ന കാര്യം വ്യക്തമല്ല. നേരത്തെ വന്ന ദൃശ്യങ്ങൾ പ്രകാരം പൂച്ച വളരെ അവശ നിലയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാരും സമീപവാസികളും ഒക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി ക്രെയിൻ എത്തേണ്ട താമസം. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കും. അതിന് തൊഴിലാളികളുണ്ട്, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുണ്ട്, ജീവനക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഉടൻ തന്നെ നമുക്ക് ഈ പൂച്ചയെ രക്ഷിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സജോ കൂടി ചേരുന്നുണ്ട്. സജോ, ആദ്യം ആ പൂച്ചയെ സ്പോട്ട് ചെയ്യണോ അല്ലേ? ഉറപ്പായും റോഷ്നി, അതായത് ആദ്യം സ്പോട്ട് ചെയ്യണം എന്ന് മാത്രമല്ല ഈ ദൗത്യം ഓണാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത്. അതിലൊരു വെല്ലുവിളി അപ്രതീക്ഷിതമായി നേരിട്ടു എന്താണ് പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായി ഇപ്പോൾ നിൽക്കുന്നത്. ദൗത്യം ഓണാക്കാൻ ഇനിയിപ്പോൾ പുതിയൊരു ക്രെയിൻ എത്തിക്കണം, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് കയറണം. അങ്ങനെ ദൗത്യം അതിന്റെ സമ്പൂർണ്ണ രൂപത്തിലേക്ക് എത്തുക എന്നതാണ് ആദ്യം വേണ്ടത്. അതിന് ഉള്ള അടിസ്ഥാന സൗകര്യം എന്ന നിലയ്ക്ക് ആണ് ക്രെയിൻ എത്തിച്ചത്. അതിനിടെയാണ് ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ പരന്ന ലിക്വിഡൊക്കെ കഴുകി വൃത്തിയാക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. മറ്റൊരു ക്രെയിൻ കൂടി ഇങ്ങോട്ട് എത്തിക്കണം എന്താണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിൽക്കുന്നത്. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ദൗത്യം അതിന്റെ ഒരു ഫുൾ ഫ്ലെഡ്ജിൽ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ആരംഭിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതിന്റെ ശ്രമം എന്ന നിലയ്ക്കാണ് അവരതിനുവേണ്ടി ശ്രമിച്ചത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ വന്നു, അവരുടെ വെഹിക്കിളും അതുപോലെ തന്നെ ഇവിടെ ആനിമൽ റെസ്ക്യൂ കൊച്ചിയുടെ ആംബുലൻസ് അടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അതായത് ആരോഗ്യനില വളരെ മോശമായി എന്നൊരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ പോയാൽ ഇവിടെ കാണാം, ഇവിടെ ആനിമൽ റെസ്ക്യൂ കൊച്ചി റെസ്പോൺസ് ടീമിന്റെ ആംബുലൻസ് അടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും എത്തിച്ചിരുന്നു. അതിനിടെയാണ് അപ്രതീക്ഷിതമായി ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായത്. അതായത് നിലവിൽ ഈ മെട്രോ സർവീസ് തടസ്സപ്പെട്ടിട്ടില്ല. ദൗത്യം ഓണായാൽ അപ്പോൾ മെട്രോ സർവീസ് നിർത്തിവെക്കും. ഈ രൂപത്തിലാണ് ഇപ്പോൾ ക്രമീകരണം ഉള്ളത്. അതായത് ഇത് പൂർണ്ണമായും തീരുമാനിച്ചു, സർവീസ് നിർത്തിവെക്കാൻ നിശ്ചയിച്ച് അതിനുള്ള നിർദ്ദേശം ഇവിടുന്ന് പോയി. ആ ഘട്ടത്തിൽ ഈ ദൗത്യത്തിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചപ്പോഴാണ് അപ്രതീക്ഷിതമായി ഈ പ്രതിസന്ധി ഉണ്ടായത്. അതുകൊണ്ട് തൽക്കാലം ഇനിയിപ്പോൾ വാഹനം എത്തിച്ചതിന് ശേഷം മാത്രമേ ഈ കാണുന്ന മെട്രോ പില്ലർ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാമെന്ന് ഞാൻ കരുതുന്നു, ഈ കാണുന്ന മെട്രോ പില്ലറിലാണ്. അപ്പോൾ ആരോഗ്യസ്ഥിതി അടക്കം ആ പ്രതിസന്ധി എന്താണ് എന്ന് കുറച്ചുകൂടി വിലയിരുത്തണം. ഏത് ആരോഗ്യസ്ഥിതിയിലാണ് പൂച്ച സാർ ഉള്ളത്, നമ്മുടെ സുഭാഷ് ഉള്ളത് എന്നൊരു കാര്യമുണ്ട്. അതുൾപ്പെടെയുള്ള വിലയിരുത്തലിലേക്ക് യഥാർത്ഥത്തിൽ പോകേണ്ടതാണ്. അതിനിടെയാണ് അപ്പോൾ ഇതിപ്പോൾ വാഹനം ഇവിടെ എത്തിച്ചു, വളരെ വേഗത്തിൽ തന്നെ ആ ദൗത്യത്തിലേക്ക് പോകാം, വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് പോകാമെന്ന് കരുതി അതിനെല്ലാ നിർദ്ദേശവും ഓണായി സമ്പൂർണ്ണമായും തീരുമാനിച്ച് നിശ്ചയിച്ച് ആ സർവീസ് അത് സംബന്ധിച്ചുള്ള ആദ്യ ക്രമീകരണം പൂർത്തിയാക്കിയതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധി ഇവിടെ രൂപപ്പെട്ടത്. അതായത് ആ ക്രെയിൻ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത വിധം പ്രതിസന്ധിയിലായിപ്പോയി, അത് നിന്നുപോയി. അതുകൊണ്ട്
അത് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യവും വന്നു. അതിനുശേഷം മാത്രമല്ല, റോഡിന്റെ സുരക്ഷ നമുക്കറിയാലോ, ആളുകൾ നടന്നു പോകുന്നു, ഇരുചക്ര വാഹനങ്ങളും മറ്റുമൊക്കെ പോകുന്നു. അപ്പോൾ ആ ലിക്വിഡിൽ, ആ പരന്ന ഇതിൽ തെന്നി വീഴാനുള്ള സാധ്യതയൊക്കെയുള്ള അപകട സാധ്യത ഉള്ളതുകൊണ്ടാണ് ആദ്യം അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ മറ്റ് അപകടങ്ങളിൽ സാധ്യതയുണ്ട്. കാരണം ഇവിടെ രക്ഷാപ്രവർത്തനം ഇതുവഴിയുള്ള യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ടല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായാൽ അതും അതിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുമല്ലോ. അതുകൊണ്ടാണ് ആദ്യം ഇതുൾപ്പെടെ പൂർത്തീകരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇങ്ങോട്ടേക്ക് ട്രെയിൻ ഉൾപ്പെടെ എത്തിക്കണം, മറ്റ് പകരം സംവിധാനം ഒരുക്കി ഇങ്ങോട്ടേക്ക് എത്തിക്കണം. ആ പകരം സംവിധാനത്തിന്റെ ഒരു നീക്കത്തിലാണ് ഇപ്പോൾ ഇവിടെയുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ഉള്ളത്. രക്ഷപ്പെടുത്തിയാൽ അപ്പോൾ തന്നെ ആവശ്യമായ ശുശ്രൂഷ, പ്രാഥമിക ശുശ്രൂഷ നൽകാൻ വേണ്ടിയാണ് ഈ വാഹനം, അതായത് ഈ ആനിമൽ റെസ്ക്യൂ കൊച്ചിയുടെ ആംബുലൻസ് ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. അതിനിടെയാണ് പക്ഷേ ഈ അപ്രതീക്ഷിത പ്രതിസന്ധി ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ദൗത്യം നടക്കുന്നില്ലാത്തതുകൊണ്ട് ഈ സർവീസ്, മെട്രോ സർവീസ് നടക്കും ഇപ്പോൾ. അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഇപ്പോഴില്ല. പക്ഷേ എപ്പോഴാണോ ദൗത്യം ഓണാക്കാൻ കഴിയുന്നത് അപ്പോൾ മെട്രോ സർവീസ് നിർത്തിവെക്കും. അത് സംബന്ധിച്ച് തീരുമാനം നിലവിൽ എടുത്തതാണ്. അതിനെന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം.